കഥയെ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കഥയിലെ നായകനും വരനുമായ ആരോമൽ എന്ന പയ്യൻ വിവാഹത്തിന് തൊട്ടുമുമ്പ് അല്പം ടെൻഷനിലായിരുന്നു. ഉണ്ണിയളിയൻ എന്ന് വിളിക്കുന്ന ആരോമലിന്റെ സ്വന്തം അളിയൻ ആരോമലിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആരോമലിന്റേത് ചെറിയൊരു കുടുംബമാണ്. ആരോമലിന്റെ അച്ഛൻ പണ്ടേ മരണപ്പെട്ടു. ആരോമലിന്റെ അമ്മ രാജലക്ഷ്മി എന്ന സ്ത്രീയാണ്. വളരെ മനസ്സുറപ്പുള്ള ധീരയായ ഒരു സ്ത്രീയായിരുന്നു രാജലക്ഷ്മി. ഭർത്താവിന്റെ മരണശേഷം ഭർത്താവിന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റെടുത്ത് നടത്താനും അതുവഴി കുട്ടികളെ പഠിപ്പിച്ച് ഇത്തരത്തിലേക്ക് വളർത്തിയെടുക്കാനുമൊക്കെ രാജശ്രീക്ക് സാധിച്ചു. ആരോമലിന്റെ സഹോദരി അജിതയ്ക്ക് ടീച്ചറാവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്തു ചെയ്യാൻ, കോഴ്സിൽ തോറ്റുപോയി. മാത്രമല്ല അജിത കോളേജിൽ പഠിക്കുന്ന സമയം അജിതയെ സ്ഥിരമായി ശല്യം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ കൈകാര്യം ചെയ്യുവാൻ ആരോമൽ തന്നെ ഉണ്ണിയെ, അതായത് ഉണ്ണിയളിയനെ കൊട്ടേഷൻ കൊടുത്ത് രംഗത്തിറക്കി. പിന്നീട് അതേ ഉണ്ണിയളിയൻ അജിതയെ പ്രേമിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ആരോമലിന്റെ മേമയുടെ മകൻ അനിയും അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. മേമ പണ്ട് അനിയെ വീട്ടിലാക്കി പോയ ശേഷം തിരികെ അവനെ കൂട്ടാൻ വന്നിട്ടേയില്ല. ആ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി എത്തുന്നു. അതായിരുന്നു ആരോമൽ വിവാഹം കഴിക്കാൻ പോകുന്ന അമ്പിളി. അങ്ങനെ ഭംഗിയായി ആരോമലിന്റെ വിവാഹ ചടങ്ങുകൾ നടന്നു. വിവാഹത്തിന് ശേഷം വൈപ്പിനിലുള്ള അമ്പിളിയുടെ ഇടത്തുനിന്നും നെടുമ്പാശ്ശേരിയിലെ ആരോമലിന്റെ ഇടത്തേക്ക് അവരൊക്കെയും ചേർന്ന് യാത്ര തിരിച്ചു. അമ്പിളിയുടെ ഒരു അമ്മാവനുണ്ട്. ഫുൾ ടൈം വെള്ളമാണ്. നെടുമ്പാശ്ശേരിക്കുള്ള യാത്രയിലും അതിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വധുവരന്മാർ ആരോമലിന്റെ വീട്ടിലെത്തി. രാജലക്ഷ്മി വധുവിനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. റിസപ്ഷൻ പരിപാടികളും ഫുഡിന്റെ പരിപാടിയുമൊക്കെ ആരംഭിക്കുകയുമാണ്. എല്ലാ നാട്ടിലും കുറച്ച് അയൽക്കൂട്ടം ചേച്ചിമാർ ഉണ്ടാകുമല്ലോ, പരദൂഷണ കമ്മിറ്റിക്കാർ. അവിടെയും അത്തരത്തിൽ കുറച്ചുപേരുണ്ടായിരുന്നു. അവർ കൂടി നിന്ന് അമ്പിളിയെ കണ്ട് ഈ പൊട്ടൻ എങ്ങനെ ഇത്രയും നല്ല പെണ്ണിനെ കിട്ടി എന്ന തരത്തിലൊക്കെ സംസാരിക്കുന്നുമുണ്ട്. കൂട്ടത്തിൽ പരദൂഷണം പറയുന്നതിലൊക്കെ അല്പം മികച്ച കഴിവുള്ള ഒരു സ്ത്രീ അമ്പിളി രാജശ്രീയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാണെന്നും അങ്ങനെ വളച്ചെടുത്തതാണ് എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. മേമയുടെ മകൻ അനിയും ഉണ്ണിയളിയനും അവിടെയുള്ള പലരും തന്നെ അത്യാവശ്യം വെള്ളമടിക്കുന്ന കൂട്ടത്തിലാണ്. അനിയൊക്കെ വന്നപാടെ തന്റെ വെള്ളമടി പരിപാടികൾ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അവരുടെ കുടുംബത്തിന്റെ ഒരു പരിചയക്കാരൻ UK-യിൽ നിന്നെത്തിയിരുന്നു. അയാൾ കുപ്പിയുമായിരുന്നു വന്നിരുന്നത്. 65% ആൽക്കഹോളുള്ള മികച്ച ഒരു ബോട്ടിൽ. ഉണ്ണിയളിയൻ സന്തോഷത്തോടെ ആഗസ്റ്റിനെ അങ്ങ് സ്വീകരിച്ചു. ശേഷം അവരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണത്തിന് മുമ്പ് ഓരോന്നങ്ങ് വിട്ടാലോ എന്ന് അനിയും വന്ന പരിചയക്കാരനും ചോദിച്ചെങ്കിലും ഇപ്പോ വേണ്ട, പുറത്തൊക്കെ ഒരുപാട് പേരുണ്ട്, ഇപ്പോ എടുത്ത് ഇത് സാധനം കാര്യമായി പോവും, ഞാൻ ഒളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി ഉണ്ണിയളിയൻ അതിൽ നിന്നൊരു ചെറുത് കഴിക്കുകയും ബാക്കി ബോട്ടിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. പിന്നാലെ വധൂവരന്മാരുടെ ഫോട്ടോഷൂട്ടും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് സമയം സന്ധ്യയോടടുത്തു. ആദ്യരാത്രിയുടെ സമയമായി. ആരോമലാണെങ്കിൽ ആദ്യരാത്രിയുടെ കാര്യത്തിൽ അല്പം എക്സൈറ്റഡ് ആയിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയോട് അടുക്കള ഭാഗത്ത് വന്ന് സംസാരിച്ച് അമ്പിളിയെ നോക്കിക്കൊണ്ട് ആരോമൽ അവൾ ചുരിദാറിട്ട് നിൽക്കുന്ന കണ്ട് സാരി ഉടുക്കാൻ ആവശ്യപ്പെട്ടു. അമ്പിളിക്ക് ആദ്യം അത് മനസ്സിലായില്ലെങ്കിലും അത് കണ്ടിരുന്ന അമ്മ അവളോടത് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ആരോമലിനാണെങ്കിൽ ആകെ അങ്ങ് നാണം വന്നു. പക്ഷേ ആരോമൽ ഈ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നതും അവന്റെ ആ ഗോഷ്ഠികളും ഒക്കെയും അനി കാണുന്നുണ്ടായിരുന്നു. ചെക്കന് വട്ടായോ എന്ന മട്ടിലായിരുന്നു അനിയുടെ തലയിലൂടെ ഓടിയത്. അനി നേരെ ഉണ്ണിയളിയന്റെ അടുത്ത് ചെന്നു. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ചെക്കനാകെ ഒരു വെപ്രാളവും മറ്റും. എന്തെങ്കിലും ചെയ്യണ്ടേ അളിയ എന്നനി ഉണ്ണിയളിയനോട് ചോദിച്ചു. ഉണ്ണിയളിയൻ നോക്കുമ്പോഴും ഫസ്റ്റ് നൈറ്റിന്റെ എക്സൈറ്റ്മെന്റിൽ ഓരോന്ന് കാണിച്ച് നടക്കുന്ന ആരോമലിനെയാണ് കാണുന്നത്. അതോടെ ഉണ്ണിയളിയനും അനിയും ആരോമലിന്റെ അടുത്ത് ചെന്നു. അവന് പേടിയുണ്ട്, വെപ്രാളമുണ്ട്, ഒരെണ്ണം അങ്ങ് അടിച്ചിട്ട് പൊക്കോടാ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഉണ്ണിയളിയൻ ആരോമലിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനൊന്നും മദ്യപിക്കാത്ത ആരോമൽ ആദ്യം അതിന് സമ്മതിച്ചില്ലെങ്കിലും കുടിക്കുന്ന സാധനത്തെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞ് അതിന്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞ് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് 2 ഏലക്കയും ചവച്ചു പോയാ മണം ഉണ്ടാവില്ലടാ, കാര്യമൊക്കെ സ്മൂത്ത് ആവും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയളിയൻ ആരോമലിനങ്ങ് പ്രചോദനം നൽകി. ഒടുവിൽ കുഴപ്പമില്ലല്ലോ, ഉണ്ണിയളിയൻ ഫസ്റ്റ് നൈറ്റ് ചെയ്ത പരിപാടിയല്ലേ എന്ന് ചിന്തിച്ച ആരോമൽ അതിന് സമ്മതിക്കുന്നു. അനിയായിരുന്നു ഡ്രിങ്ക് മിക്സ് ചെയ്യുവാൻ വേണ്ടി പോയതുപോലും. പക്ഷേ അതിനോടകം ഒരു കള്ളുകുടിയൻ എന്ന പേരിൽ ചീത്തപ്പേരുണ്ടായിരുന്ന അനി ആരോമലും ഉണ്ണിയളിയനും അടക്കം തന്നെ അപമാനിച്ചതോർത്ത് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് 30 ml ഒഴിക്കാൻ പറഞ്ഞെടുത്ത് ഗ്ലാസിന്റെ 3/4 ഭാഗത്തോളം നിറച്ച് 150 ml ഒഴിക്കുകയാണ്. പിന്നാലെ അതിലേക്ക് കുറെ ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിയിട്ട് ഒരു ഓറഞ്ചും പിഴിഞ്ഞ് ചുമ്മാ അടിപൊളി സാധനമാക്കി അനി തയ്യാറാക്കി. അനി അത് കിച്ചന്റെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച് അവിടെ നിന്ന് പുറത്തേക്കും ഇറങ്ങി. സാധനം അകത്തു വെച്ചിട്ടുണ്ട് എന്ന സൂചനയും കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് ആരോമൽ കിച്ചണിൽ എത്തുമ്പോൾ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിരിക്കുന്ന വസ്തുവൊന്നും കാണുന്നില്ല. നോക്കുമ്പോ ഒരു ഗ്ലാസ് ജ്യൂസ് എന്തോ ഇരിക്കുന്നു. ഇതാണോ സാധനം എന്ന് ചിന്തിച്ച് ആരോമൽ കള്ളു കുടിക്കുന്ന പോലെ അതങ്ങ് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ജ്യൂസാണല്ലോ, ഇത്രയുള്ളൂ എന്ന് ആരോമലിന് തോന്നുന്നത്. അങ്ങനെ ഫസ്റ്റ് നൈറ്റിന്റെ സമയമായി. ആരോമൽ അമ്പിളിയുടെ മുറിയിലേക്ക് പോവാൻ നേരം ആദ്യമായി അമ്പിളിയെ കണ്ടുമുട്ടിയതും ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന അമ്പിളിയുമായി പ്രണയത്തിലായതും വിവാഹം
ആലോചിച്ചതും വിവാഹം ഉറപ്പിച്ചതുമൊക്കെയും ആരോമൽ ഓർത്തെടുത്തു. ആരോമൽ മുറിയിലേക്ക് എത്തുമ്പോൾ ആരോമൽ പറഞ്ഞ പോലെ അമ്പിളി സാരിയൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഒരു ഭാവവ്യത്യാസമുണ്ടായിരുന്നു. മറുവശത്താകട്ടെ കല്യാണമാണല്ലോ. അതുകൊണ്ട് ആരോമലിന്റെ അമ്മയും അവിടുത്തെ മറ്റുള്ള മെമ്പേഴ്സും ഒക്കെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. അജിതയ്ക്ക് ബീറ് വേണോ എന്ന് ചോദിച്ചെങ്കിലും എനിക്കിതിന്റെ മണമൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അജിത പിൻവാങ്ങി. ഇതേ സമയം മണിയറയിൽ ആരോമൽ അമ്പിളിയോട് സംസാരിക്കാൻ നോക്കുകയായിരുന്നു. അമ്പിളി ആരോമലിനോട് ആരോമൽ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ണിയേട്ടൻ മുമ്പേ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ ആരോമൽ പെട്ടെന്നോർത്തു. പ്രണയിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പറഞ്ഞു പോവരുത് എന്നായിരുന്നു അത്. അവളോട് ആ ചോദ്യം ചോദിച്ച് വല്ലതും വീണ് കിട്ടുമോ എന്ന് നോക്കണം എന്നുമായിരുന്നു ഉണ്ണിയേട്ടൻ പറഞ്ഞിരുന്നത്. തനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആരോമൽ അമ്പിളിയോട് ചോദിച്ചതും താൻ സുജിത്ത് വാസു എന്നൊരുത്തനെ പ്രേമിച്ചിരുന്നു എന്ന് അമ്പിളി പുലമ്പാൻ തുടങ്ങുന്നു. അമ്പിളിയുടെ മട്ടും ഭാവവും സുജിത്ത് വാസുവിനെ കാണണം എന്നു പറഞ്ഞുള്ള വാശി പിടിക്കലും കണ്ടതും എവിടെയോ എന്തോ പാളിയിട്ടുണ്ട് എന്ന് ആരോമലിന് മനസ്സിലായി. ആരോമൽ നോക്കുമ്പോ ബെഡ്റൂമിൽ തനിക്കായി കുടിക്കുവാൻ കൊണ്ടുവച്ചിരുന്ന ഡ്രിങ്ക് എടുത്ത് കുടിച്ചിരുന്നത് അമ്പിളിയാണെന്ന് ആരോമൽ തിരിച്ചറിഞ്ഞു. സുജിത്ത് വാസുവിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്ന അമ്പിളിയെ നമുക്കിപ്പോ പോവാട്ടോ എന്ന് പറഞ്ഞ് അവിടെ കിടത്തി ആരോമൽ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. മട്ടുപ്പാവിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന ഉണ്ണിയേട്ടനും സംഘത്തിനും അടുത്തേക്ക് അല്പം ദേഷ്യത്തിൽ ചെന്ന ആരോമൽ ഉണ്ണിയളിയനോട് കാര്യം ചോദിച്ചു. എങ്ങനെ ആ ഡ്രിങ്ക് അവൾക്ക് കിട്ടി എന്നതായിരുന്നു ആ ചോദ്യം. അനിയാണല്ലോ ഡ്രിങ്ക് മിസ് ചെയ്ത് അടുക്കളയിൽ വെച്ചെന്ന് പറഞ്ഞത്. ഉണ്ണിയളിയൻ അനിയോട് തിരക്കി. അനി പറഞ്ഞു ഡ്രിങ്ക് മിസ് ചെയ്ത് അടുക്കളയിൽ വെച്ചപ്പോ ആരോ അങ്ങോട്ടേക്ക് ജ്യൂസും വെള്ളവും ഒക്കെ കുടിക്കാൻ വരുന്ന കണ്ടു. അവിടെ വെച്ച അപകടമാണെന്ന് കരുതി താൻ തന്നെ അത് റൂമിലേക്ക് വെച്ചത് എന്നായിരുന്നു അനിയുടെ മറുപടി. അതിന്റെ സിഗ്നൽ പുറത്തേക്ക് വന്നപ്പോ താൻ തന്നല്ലോ എന്നും അനി പറയുകയാണ്. എന്തായാലും കാര്യം മൊത്തം കുഴഞ്ഞു എന്ന് ഉണ്ണിയളിയനും ആരോമലിനും അനിക്കും മനസ്സിലായി. ആരോമലാകട്ടെ ചെറിയ പ്രശ്നവും അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അവരൊന്നിച്ചിപ്പോ കാര്യം പരിഹരിക്കാം, ഒരു പെക്കല്ലേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച മദ്യപിച്ച് ലക്കുകെട്ട് സുജിത്ത് വാസുവിനെ കാണണമെന്ന് പറഞ്ഞ് ഹാളിൽ വന്നിരിക്കുന്ന അമ്പിളിയെയും ചുറ്റും കൂടി നിൽക്കുന്ന രാജശ്രീയെയും അജിതയെയും മറ്റു പെണ്ണുങ്ങളെയുമാണ്. എങ്ങനെ ഇവൾക്ക് മദ്യം കിട്ടിയത് എന്ന ചോദ്യം വന്നതും ആരോമൽ സത്യം പറഞ്ഞു. തനിക്ക് കുടിക്കാൻ ഉണ്ണിയളിയൻ ഒഴിച്ചു വെച്ചത് അമ്പിളിയെടുത്ത് കുടിച്ചതെന്ന്. അതോടെ അജിത ഉണ്ണിയേട്ടനോട് ദേഷ്യപ്പെട്ടു. അമ്പിളിയാണെങ്കിൽ സുജിത്ത് വാസുവിനെ കാണണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട രാജലക്ഷ്മിയാകട്ടെ ആരാടാ ഈ സുജിത്ത് വാസു എന്ന് ദേഷ്യത്തിൽ തിരക്കി. തങ്ങൾക്കറിയില്ലെന്നായിരുന്നു ആരോമലിന്റെയും ഉണ്ണിയേട്ടന്റെയും മറുപടി. അങ്ങനെ ഉണ്ണിയളിയനും ആരോമലും കൂടി ആരാ സുജിത്ത് വാസു എന്ന തരത്തിൽ അമ്പിളിയോട് തന്നെ ചോദിക്കുകയാണ്. അവളത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അമ്പിളിക്ക് ഛർദ്ദിക്കാൻ വന്നു. അമ്പിളി നേരെ പുറത്തേക്കൂടി കുറെ വാളുവെച്ചു പോയി. അപ്പോൾ അമ്പിളിക്ക് ചെറിയൊരു ആശ്വാസമായി. വീടിന്റെ സിറ്റൗട്ടിലേക്ക് അമ്പിളിയെ കൊണ്ടിരുത്തി. പിന്നാലെ കാര്യങ്ങൾ അവർ ചോദിച്ചറിയാൻ ശ്രമിച്ചു. സുജിത്ത് വാസു അമ്പിളിയുടെ കാമുകനായിരുന്നു. അമ്പിളി കോളേജിൽ പഠിക്കുന്ന സമയത്ത് സുജിത്ത് വാസു അമ്പിളിയുടെ പുറകെ നടന്നു. ഒടുവിൽ പ്രപ്പോസ് ചെയ്തപ്പോ അമ്പിളി ഓക്കെ പറഞ്ഞ് അവർ പ്രണയിതാക്കളായി. അമ്പിളിക്ക് അത്തരത്തിലൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് കേട്ടതും ഏവരും ഒന്ന് ഷോക്കായി. രാജലക്ഷ്മിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നു. മോളുടെ ഈ അവസ്ഥ അവളുടെ വീട്ടുകാരും കൂടി അറിയട്ടെ, ഈ കഥയൊക്കെ അവരും കൂടി കേൾക്കട്ടെ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്പിളിയുടെ പാരന്റ്സിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അജിത വേഗത്തിൽ രാജലക്ഷ്മിയുടെ പാരന്റ്സിനെ വിളിച്ച് നിങ്ങളുടെ മോൾ ഇവിടെ വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കുകയാ, ഇങ്ങോട്ട് വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. മറുവശത്ത് ഈ വിവരം അറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരനാകട്ടെ നാടൊട്ടുക്കും ഈ വിവരം പരത്തുവാൻ തന്റെ ഭാര്യയെ വിളിച്ച് പറയുകയും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരെ വിവരം പറഞ്ഞിടുകയും ചെയ്തു. വെറും ഒരു പെക്കല്ല അമ്പിളി കുടിച്ചിരിക്കുന്നത് എന്ന് ഉണ്ണിയളിയന് മനസ്സിലായിരുന്നു. അനിയെ പിടിച്ച് ആരോമലും ഉണ്ണിയളിയനും കൂടി ചോദ്യം ചെയ്തു. താൻ ഗ്ലാസ് നിറച്ച് മദ്യമൊഴിച്ചിരുന്നു എന്ന കാര്യം അനി സമ്മതിക്കുകയാണ്. വീണ്ടും അമ്പിളി സുജിത്ത് വാസുവുമെത്തുള്ള പ്രണയകഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ഊട്ടിയിൽ ടൂർ പോയതും ബോട്ടിംഗ് ചെയ്തു പോയപ്പോ ലേക്കിന് നടുവിൽ വെച്ച് ഊട്ടിയിലെ പുഷ്പം അവൾക്ക് അവൻ സമ്മാനമായി കൊടുത്തതുമൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ കേട്ട് രാജലക്ഷ്മിക്ക് അങ്ങ് ടെൻഷനാകുന്നുണ്ട്. ആരോമലാണെങ്കിൽ എന്തു ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്നു. രാജലക്ഷ്മി ഒക്കെ കേട്ടതും ആരോമലിനോട് അമ്പിളിയെയും കൊണ്ട് മുറിയിലേക്ക് പോവാൻ പറഞ്ഞു. ഈ സമയമായിരുന്നു അവിടെ നടന്ന വിവരമറിഞ്ഞ് അമ്പിളിയുടെ അമ്മാവൻ മദ്യപിച്ച് ലക്കുകെട്ട് ലിഫ്റ്റ് ചോദിച്ച് ഒരു ബൈക്കിൽ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത്. അതാകട്ടെ സുജിത്ത് വാസുവിന്റെ തന്നെ ബൈക്കായിരുന്നു. അകത്തേക്ക് ചെന്ന അമ്മാവൻ തന്റെ മോളെ ആരാ കുടിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ആരോമല് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ പുറത്തേക്ക് വന്നു. പുറത്ത് ബൈക്കുമായി നിന്ന സുജിത്ത് വാസുവിനെ ആരോമൽ കണ്ടെങ്കിലും സുജിത്ത് വാസു ആരാണെന്ന് അപ്പോൾ ആരോമലിന് അറിയില്ലല്ലോ. അതുകൊണ്ട് സുജിത്ത് വാസു അവിടെ നിന്ന് ബൈക്ക് ഓടിച്ചു പോവുകയാണ്. വൈകാതെ അമ്പിളിയുടെ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വന്നു. അതോടെ പ്രശ്നം കുറച്ചങ്ങ് കൊഴുക്കാൻ തുടങ്ങി. അമ്പിളിയുടെ അമ്മാവനാകട്ടെ കുടിച്ച് ലക്കുകെട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഒടുവിൽ ഗതികെട്ട് രാജലക്ഷ്മി അങ്ങ് ആക്രോശിച്ചു പറഞ്ഞു, ഇവിടെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോക്കോ. അമ്പിളിയുടെ പാരന്റ്സിനോട് രാജലക്ഷ്മി അത് പറഞ്ഞതും അവർ പോവാൻ തയ്യാറായി.
അമ്മാവന്റെ പ്രവൃത്തിയിൽ ഏവരും കലിപൂണ്ടു നിൽക്കുകയായിരുന്നു. പോവാൻ തയ്യാറാവാതെ നിന്ന അമ്മാവനെ ഉണ്ണിയളിയൻ സഹികെട്ട് കൊങ്ങൊക്കെ പിടിച്ച് കാറിലേക്ക് കയറ്റി വിട്ടു. അമ്പിളിയുടെ പാരന്റ്സും അവിടെ നിന്നും മടങ്ങിപ്പോയി. അമ്പിളിയെ മുറിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി അവർ ശ്രമിക്കാനും ആരംഭിച്ചു. അകത്തേക്ക് പോകുമ്പോഴും അമ്പിളി എനിക്ക് സുജിത്ത് വാസുവിനെ കാണണം, അവനെന്നെ ചതിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തുടർച്ചയായി അമ്പിളി അത് പറയുന്നു കേട്ടതും രാജലക്ഷ്മി അതിൽ ഇടപെടുകയാണ്. നിനക്കവനെ കാണണമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്നായി രാജലക്ഷ്മി. പക്ഷെ അതൊക്കെ പ്രശ്നമാണ്, അതൊന്നും വേണ്ടെന്ന് ആരോമലും ഉണ്ണിയളിയനുമൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും രാജലക്ഷ്മി എന്ന സ്ത്രീ ധീരയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയുമായിരുന്നു. അവർ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. മകളോടും മറ്റുള്ളവരോടും തന്റെ കൂടെ വരാനും ആവശ്യപ്പെട്ടു. അങ്ങനെ രാജലക്ഷ്മി തന്റെ ഡ്രൈവിംഗ് സ്കൂൾ വണ്ടിയെടുത്ത് വീട്ടിലെ പെണ്ണുങ്ങളെയും അമ്പിളിയെയും ഒപ്പം ആരോമലിനെയും കൂട്ടി സുജിത്ത് വാസുവിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അതായത് വൈപ്പിനിലേക്ക്. പോകുന്ന വഴിയിലൊക്കെയും അത് വേണോ, വെറുതെ പ്രശ്നമാക്കണ്ട, ഇവളിപ്പോ മദ്യലഹരി പറയുന്നതാ, നാളെ ഇവൾക്കിതൊന്നും ഓർമ്മ കാണില്ല എന്നൊക്കെ ആരോമൽ അമ്മയോട് പറഞ്ഞ് അമ്മയുടെ പോക്ക് തടയാൻ നോക്കിയെങ്കിലും രാജലക്ഷ്മി എന്ന ആ അമ്മ ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതായിരുന്നു. ആരോമലിനോട് വണ്ടിയിൽ നിന്നിറങ്ങാൻ പറഞ്ഞ അമ്മ പുറകില് നിന്റെ ഉണ്ണിയളിയനും മറ്റും വരും, ആ വണ്ടി കയറി ഇങ്ങ് വന്നാ മതി എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് മുമ്പോട്ട് പോവാൻ ആരംഭിച്ചു. മറുവശത്ത് കല്യാണ വീട്ടിൽ നിന്ന് വണ്ടിയെടുക്കാൻ നിന്ന് ഉണ്ണിയളിയനും കൂട്ടരുമാകട്ടെ മദ്യപിച്ചതുകൊണ്ട് വണ്ടിയുടെ ഒരു ടയർ കാണയിൽ വീഴ്ത്തി വണ്ടിയെടുക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. എല്ലാവരും മദ്യപിച്ച് നിന്നതുകൊണ്ട് ആർക്കും വണ്ടി മുമ്പോട്ടെടുക്കാൻ സാധിക്കുന്നുമില്ല. ഈ സമയത്താണ് മദ്യപിക്കാൻ വേണ്ടി കരിക്കു വെട്ടാൻ പോയ മനോജ് എന്ന വ്യക്തി അങ്ങോട്ടേക്ക് വരുന്നത്. കരിക്കു വെട്ടാൻ പോയതുകൊണ്ട് അവിടെ നടന്നതൊന്നും മനോജ് അറിഞ്ഞിരുന്നില്ല. മനോജ് വണ്ടിയെടുത്തു. പിന്നാലെ അവർ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ആരോമൽ ഉണ്ണിയേട്ടനെ വിളിച്ചിരുന്നതുകൊണ്ട് അവർ ആരോമലിനെയും പിക്ക് ചെയ്തു. മറുവശത്ത് അമ്മയും അമ്പിളിയും അജിതയും ഒക്കെ ചേർന്ന് വണ്ടിയുമായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അജിത ചോദിച്ചു, അവിടെ എത്തി ഇവൾ അവിടെ നിൽക്കുവാണ്, സുജിത്ത് വാസുവിന്റെ ഒപ്പം നിൽക്കാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? ഇവളെ അവിടെയാക്കിയിട്ട് നമ്മളിങ്ങ് പോരും. അപ്പോ ആരോമലോ എന്റെ മോന് വേറെ പെണ്ണ് കിട്ടും എന്നായിരുന്നു ശ്രീലക്ഷ്മിയുടെ മറുപടി. പക്ഷേ അമ്പിളി അത് കേട്ട് പറഞ്ഞു, ഞാൻ എവിടെയും പോവില്ല, സുജിത്ത് വാസു അവൻ എന്നെ ചതിച്ചു, എനിക്ക് അവനെ തല്ലണം. ചതിച്ചു ചതിച്ചു എന്ന് പറയാണ്ട് എന്താ നടന്നതെന്ന് പറ കൊച്ചേ എന്നായി രാജലക്ഷ്മി. അതോടെ നടന്ന കാര്യങ്ങൾ അമ്പിളി വീണ്ടും പറയാൻ തുടങ്ങുന്നു. അവർ പ്രണയത്തിലായിരുന്ന കാലത്ത് ഒരു ദിവസം അമ്പിളിയുടെ വീട്ടിലേക്ക് സുജിത്ത് വാസു എത്തിച്ചേർന്നു. രാത്രിയിൽ വന്ന സുജിത്ത് വാസു അമ്പിളിയെ നിർബന്ധിച്ച് താഴേക്ക് വരാൻ പറഞ്ഞു. അമ്പിളി താഴേക്കെത്തിയതും പുറകിലത്തെ ചായ്പിലേക്ക് അമ്പിളിയെയും കൂട്ടി സുജിത്ത് വാസു പോവുകയാണ്. അമ്പിളി അങ്ങനെ ഇറങ്ങി വരുന്നതും പോകുന്നതും ഒരയൽക്കാരൻ കണ്ടിരുന്നു. അയൽക്കാരൻ ഭാര്യയെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്നു. അവരുടെ അനക്കം കേട്ടതും എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്പിളിയോട് ചുംബനം ചോദിച്ചെത്തിയ സുജിത്ത് വാസു അതിനുപോലും നിൽക്കാതെ പുറത്തേക്ക് കടക്കുകയാണ്. വിവരമറിഞ്ഞ ആളുകൾ എത്തുന്നുണ്ട് എന്ന് കണ്ടതും അവൻ അവിടെ നിന്ന് മതില് ചാടി പുറത്തേക്കോടി. മറുവശത്ത് കള്ളൻ എന്നവർ അലറി വിളിച്ചതും മുഴുവൻ ലൈറ്റിട്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടാൻ തുടങ്ങി. അപ്പോഴാണ് അയൽവാസികളുടെ കണ്ണിൽ അമ്പിളി പെടുന്നത്. പിന്നെ പറയണ്ടല്ലോ, മറ്റൊരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റിയവളായി അമ്പിളി ചിത്രീകരിക്കപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാർക്കിടയിൽപ്പെട്ട് സുജിത്ത് വാസുവും അങ്ങോട്ടേക്ക് ചെന്നെങ്കിലും അമ്പിളി അവിടെ നാണം കെട്ട് നിൽക്കുന്നത് കണ്ടെങ്കിലും താനാണ് ആ കാമുകൻ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് ചെല്ലാൻ അവൻ തയ്യാറായില്ല. അവൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് പോയി. അമ്പിളിയെ മാനസികമായി തകർക്കുന്ന ഒന്നായിരുന്നു അത്. പിന്നീട് സുജിത്ത് വാസുവുമായി അകലം പാലിക്കാൻ അമ്പിളി ശ്രമിച്ചു. പക്ഷേ വീണ്ടും ഓരോന്ന് പറഞ്ഞ് സുജിത്ത് വാസു അമ്പിളിയുടെ അടുത്തെത്തി ക്ഷമയൊക്കെ ചോദിച്ച് അമ്പിളിയുടെ കൂടെ കൂടുകയാണ്. അപ്പോഴേക്കും നാട്ടിലൊക്കെ നാണം കെട്ടിരുന്നതുകൊണ്ട് അമ്പിളിക്ക് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. വീട്ടുകാർ അമ്പിളിയുടെ കല്യാണം ആലോചിക്കാനും തുടങ്ങി. സുജിത്ത് വാസുവിനോട് അമ്പിളി അക്കാര്യം പറഞ്ഞപ്പോ നമുക്ക് ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി അവിടെ വെച്ച് കല്യാണം കഴിക്കാം എന്നൊക്കെ സുജിത്ത് വാസു അമ്പിളിയെ അറിയിച്ചു. ഒരു ദിവസവും ഫിക്സ് ചെയ്ത് സുജിത്ത് വാസു അത് അമ്പിളിയോട് പറഞ്ഞു. ദിവസം അടുക്കും തോറും അമ്പിളിക്ക് ടെൻഷനാവുന്നുണ്ടായിരുന്നു. സുജിത്ത് വാസുവിനെ വിളിച്ചെങ്കിലും വളരെ സോഫ്റ്റായി സംസാരിക്കുന്ന സുജിത്ത് വാസു താൻ പണത്തിനു വേണ്ടി ഓടി നടക്കുകയാണ് എന്ന് അമ്പിളിയോട് പറഞ്ഞു. തങ്ങൾക്ക് വേണ്ടി സുജിത്ത് വാസു അത്രയും കഷ്ടപ്പെടുന്നു എന്ന് കേട്ട അമ്പിളി എന്നോട് ചോദിച്ചാ പോരെ എന്ന് പറഞ്ഞ അടുത്ത ദിവസം സുജിത്ത് വാസുവിനെ കോളേജിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് താൻ കൊണ്ടുവന്ന സ്വർണം 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണം ഇത് വിറ്റ് പണമാക്കി എന്ന് പറഞ്ഞ് സുജിത്ത് വാസുവിന് കൊടുക്കുകയാണ്. അടുത്ത ദിവസം അവർ ബാംഗ്ലൂരിലേക്ക് പോകും എന്നായിരുന്നല്ലോ പറഞ്ഞു വെച്ചിരുന്നത്. വളരെ കൺവിൻസിംഗ് ആയി ആദ്യമൊന്നും സ്വർണം വാങ്ങാതെ സുജിത്ത് വാസു അഭിനയിക്കുകയും പിന്നീട് അത് വാങ്ങുകയും ചെയ്തു. പക്ഷേ സ്വർണം വാങ്ങിപ്പോയ ശേഷം സുജിത്ത് വാസുവിനെ പറ്റി ഒരറിവുമുണ്ടായിരുന്നില്ല. ഒടുവിൽ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ സുജിത്ത് വാസു തന്നെ ചതിച്ചതാണ്. അവൻ ആ സ്വർണം ഉപയോഗിച്ച് പണമുണ്ടാക്കി അടിച്ചുപൊളിച്ച് നടക്കുകയാണ് എന്നമ്പിളി മനസ്സിലാക്കി. പിന്നീടായിരുന്നു കല്യാണവും മറ്റു കാര്യങ്ങളും സംഭവിക്കുന്നത്. പിന്നീട് മോളവനെ കണ്ടിട്ടില്ലേ? രാജലക്ഷ്മി ചോദിച്ചു. കണ്ടു. എന്നാ കണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇന്നാണെന്ന് അവൾ മറുപടി പറഞ്ഞു. കല്യാണത്തിന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ അവളുടെ എതിർവശത്ത് വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് അവളെ കളിയാക്കുന്ന തരത്തിൽ നോക്കിക്കൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ചതിയെന്ന് നിനക്ക് മനസ്സിലായില്ല
സുഖമല്ലേ മോളെ എന്ന് കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ചോദിക്കുമ്പോൾ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ ഇതവന്റെ സ്ഥിരം പരിപാടിയാണെന്നറിഞ്ഞു. അത് കേട്ടതും കൂട്ടത്തിലുള്ള ഏവർക്കും സുജിത് വാസുവിനോട് ദേഷ്യം തോന്നി. കൂട്ടത്തിലൊരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാം തപ്പി സുജിത് വാസുവിന്റെ ഫോട്ടോ എടുത്തു. അവൾക്ക് പോലും സുജിത് വാസു ചാറ്റ് ചെയ്ത് ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു. അവന് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നായി രാജലക്ഷ്മി. അതോടെ സുജിത് വാസുവിനെ നേരിടാൻ ഉറപ്പിച്ച് അമ്പിളിയും ഒന്നിച്ച് അവർ നേരെ സുജിത് വാസുവിന്റെ വീട്ടിലേക്ക് വെച്ചുപിടിക്കുകയാണ്. മറുവശത്ത് ഒരുപാട് തവണ വഴിതെറ്റിയും ചുറ്റിക്കറങ്ങിയുമൊക്കെ ഉണ്ണിയളിയനും ആരോമലും പെട്ടുനിൽക്കുകയായിരുന്നു. രാജലക്ഷ്മിയും പെണ്ണുങ്ങളും സുജിത് വാസുവിന്റെ വീട്ടിലേക്കെത്തി. ക്രിസ്മസ് ആവാറായ സമയമായതുകൊണ്ട് അവൻ കരോളിന് പോയിരിക്കുകയാ എന്നായിരുന്നു വീട്ടിൽ നിന്നറിഞ്ഞത്. എവിടെയുള്ളതെന്ന് ചോദിച്ചറിഞ്ഞ് രാജലക്ഷ്മിയും പെണ്ണുങ്ങളും നേരെ കരോൾ ആഘോഷം നടക്കുന്നിടത്തേക്ക് പോയി. അവിടെ ഒരു കൂട്ടം പയ്യന്മാർ വലിയ ആഘോഷം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. അമ്പിളി ഉൾപ്പെടെ അവരൊക്കെ മുമ്പോട്ട് ചെന്ന് നിന്നതും വലിയ തോതിൽ ഡാൻസൊക്കെ കളിച്ച് ആഘോഷിക്കുകയായിരുന്ന സുജിത് വാസു തന്റെ മാസ്ക് മാറ്റി അമ്പിളിയുടെ അടുത്തേക്ക് വന്നു. ദുഃഖം അഭിനയിച്ച് പറയാൻ തുടങ്ങി. അവളുടെ കല്യാണം കഴിഞ്ഞതിൽ തനിക്ക് വല്ല ദുഃഖമുണ്ടെന്നും വീട്ടിൽ തകർന്നിരുന്നപ്പോ അമ്മ പിള്ളേരോടൊപ്പം പുറത്തു പോവാൻ പറഞ്ഞോണ്ടാ ഇങ്ങനെ കരോളി പങ്കെടുത്ത് ഇവിടെ ആഘോഷിക്കുന്നതെന്നും ഈ മാസ്ക് വെച്ചത് തന്റെ കരയുന്ന മുഖമാരും കാണാണ്ടിരിക്കാനാ എന്നൊക്കെ സുജിത് വാസു തള്ളിമറച്ചു. ഇത് കേട്ട അമ്പിളി സുജിത് വാസുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് സുജിത് വാസുവിന്റെ നെഞ്ചത്ത് ഒരു ചവിട്ട് വീണു. സുജിത് വാസു തെറിച്ചു വീണു. അത് രാജലക്ഷ്മിയായിരുന്നു. മറ്റു പെണ്ണുങ്ങൾ അത് കണ്ട ഒരു ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. തന്റെ അമ്മായിയമ്മയോർത്ത് അമ്പിളിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി. അമ്പിളി എന്ന് വിളിച്ചതും അമ്പിളി മുമ്പോട്ടേക്ക് ചെന്ന് എഴുന്നേറ്റ് വന്ന സുജിത് വാസുവിന്റെ മുഖത്ത് നല്ലൊരു അടിയങ്ങ് കൊടുത്തു. ശേഷം സമാധാനമായി എന്ന രീതിയിൽ അമ്പിളി തിരിച്ചു വരാൻ തുടങ്ങുമ്പോ പെണ്ണുങ്ങളും കൂട്ടത്തിൽ സ്ലോ മോഷനിൽ അങ്ങ് നടന്നു വന്നു. രാജലക്ഷ്മി തിരികെ വണ്ടിയിലേക്ക് കയറാൻ നോക്കുമ്പോ സുജിത് വാസുവിന്റെ ഒരു കൂട്ടുകാരൻ വണ്ടിയുടെ താക്കോലെടുത്ത് പിടിച്ച് വലിയ സീനാക്കുകയാണ്. കൂട്ടത്തിൽ ഒരാളെ തള്ളിയിട്ട് അങ്ങോട്ട് പോവാന്ന് കരുതിയോ എന്ന മട്ടിലായിരുന്നു അവന്റെ സംസാരമൊക്കെയും. കാര്യങ്ങൾ വഷളാകും എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതും അങ്ങോട്ടേക്ക് ഉണ്ണിയളിയനും സംഘവും വന്നെത്തുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ഗുണ്ട കൂടിയായ ഉണ്ണിയളിയൻ അവനെ പൊക്കിയെടുത്തു. താക്കോല് വാങ്ങി അമ്മായിയമ്മക്ക് കൊടുത്തു. പിന്നാലെ അടികൊണ്ടിരുന്ന സുജിത് വാസുവിന്റെ അടുത്ത് ചെന്ന് അവനെ ഭീഷണിപ്പെടുത്തിയ ശേഷം അമ്പിളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 10 പവൻ 3-ാം തീയതി കൃത്യമായി കൊണ്ടുവന്ന് കൊടുത്തേക്കണം എന്ന തരത്തിൽ പറഞ്ഞുവെച്ച് ഉണ്ണിയളിയൻ അവിടെ നിന്ന് പോന്നു. തിരികെ പോരുമ്പോൾ അമ്പിളിക്കൊപ്പം അതേ വണ്ടിയിൽ ആരോമലും കയറിയിരുന്നു. ഫസ്റ്റ് നൈറ്റ് കുളമായെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രശ്നമില്ലാത്ത സെക്കൻഡ് നൈറ്റ് സംഭവിക്കുകയാണ്. ആ വീട്ടിൽ അതിനോടകം രാജലക്ഷ്മി മദ്യം തന്നെ വിലക്കിയിരുന്നു. പാവം ഉണ്ണിയളിയനും അനിയും കട്ടൻ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വന്നു. പാല് കൊടുക്കാൻ ഉണ്ണിയളിയൻ മണിയറയിലേക്ക് ചെന്നതും പാലും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ആരോമൽ ഉണ്ണിയളിയനോട് ദേഷ്യപ്പെട്ടു. ഉണ്ണിയളിയൻ ആ പാല് ഒറ്റ വലിക്കങ്ങ് കുടിച്ചു. എന്തായാലും 2-ാം രാത്രി ആദ്യ രാത്രി പോലെ കുളമായില്ല. സന്തോഷത്തോടെ അവരവരുടെ ജീവിതം തുടങ്ങി. മറുവശത്ത് സുജിത് വാസു ആകട്ടെ തന്റെ തട്ടിപ്പ് തുടരുകയായിരുന്നു. മറ്റൊരു പെൺകുട്ടിയോട് തന്റെ അച്ഛന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ച് അവളുടെ സ്വർണം അവൻ വാങ്ങിയെടുത്തു. എന്തിനാണെന്നല്ലേ, 3-ാം തീയതി ഉണ്ണിയളിയൻ ഡേറ്റ് പറഞ്ഞിരിക്കുകയാണല്ലോ. അമ്പിളിയുടെ സ്വർണം തിരിച്ചു കൊടുക്കണ്ടേ? അതിനുവേണ്ടി ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. തമാശ നിറഞ്ഞ ഈ ചലച്ചിത്രം മനോരമ മാക്സിലുണ്ട്. കാണുവാൻ ഏവരും ശ്രമിക്കുമല്ലോ. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.